I am going to be consistent. Well, ഞാൻ പറയാം. So welcome back to Answer Aisha. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് ആൻസർ ചെയ്യാം. ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇൻഷാല്ല ഓഗസ്റ്റിലേക്ക് 5 വർഷമാവാണേ. അതിൽ ഞാൻ ഫസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നത് ക്രാഫ്റ്റ് വീഡിയോസ്, പാട്ട് പാടുന്നത്, പിന്നെ ബോങ് വീഡിയോസ് ഒക്കെ ആയിരുന്നു. ഐ വാസ് സോ പാഷനേറ്റ് ആൻഡ് പ്രൊഡക്റ്റീവ് അറ്റ് ദാറ്റ് ടൈം, കൊറോണ സമയത്ത്. അപ്പോൾ എല്ലാവരും പോലെ തന്നെ യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ പൈസ ഉണ്ടാക്കുക ആ ഒരു ഇതിലേനും ഞാൻ തുടങ്ങിയിട്ടുണ്ടായേ. ഒരു 2 മാസമൊക്കെ ആയപ്പോൾ ഐ ഹിറ്റ് 1K സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഐ വാസ് സോ ഹാപ്പി. പക്ഷേ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനോടിൽ എന്താ പറയുക, ആ ഒരു കൺസിസ്റ്റൻസി അങ്ങ് ബ്രേക്ക് ആയിപ്പോയി. ഞാൻ എല്ലാം സ്റ്റോപ്പാക്കാൻ തുടങ്ങി. ഞാൻ ആ സമയത്ത് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഐ വാസ് സോ കൺസിസ്റ്റൻറ്റ്. ഞാൻ എല്ലാ സമയത്തും സീരീസൊക്കെ ആയിട്ട് ഞാൻ കാലിഗ്രഫി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സമയമായപ്പോൾ ഇതിന്നൊക്കെ എന്താ പറയുക ഒരു ബ്രേക്ക് വന്നു. ഇപ്പോൾ ഈ 2025 5 വർഷമാകുമ്പോൾ ഇൻഷാല്ലാ എനിക്ക് ഭയങ്കര ആഗ്രഹം, ലൈക്ക് അന്നത്തെ പോലെ പ്രൊഡക്റ്റീവ് ആവണം, അതുപോലെ ക്രിയേറ്റീവ് ആവണം എന്ന് എനിക്കൊരു ആഗ്രഹം. സോ ഇൻഷാല്ലാ എല്ലാവരും ഓരോ സമയമുണ്ട്, മേ ബി അതായിരിക്കും. അപ്പോൾ ഐ എം ഗോയിങ് ടു ബി കൺസിസ്റ്റൻറ്റ് ഓൺ മൈ പാഷൻ ലൈക്ക് ഇൻ യൂട്യൂബ്. ഓക്കെ, സോ ഇൻഷാല്ലാ ഇടം വരെ പോകുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർവേഡ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഐ വാസ് സോ പ്രൊഡക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് അറ്റ് ദാറ്റ് ടൈം. ഇപ്പം ഞാൻ വെച്ചാൽ നല്ല മടിയാണ്, ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. ഒരു കാര്യം പോലും ഞാൻ എൻ്റെ ഒരു ക്രിയേറ്റീവായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഐ തോട്ട് ഇന്നത്തെ പോലത്തെ ആ ഒരു സംഭവം എനിക്ക് തിരിച്ചു വരണം, ലൈക്ക് പണ്ടത്തെ പോലെ പ്രൊഡക്റ്റീവ് ആവണം, ക്രിയേറ്റീവ് ആവണം, അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഇൻഷാല്ലാ അതിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് ഇത് എത്ര ആൾക്കാർ കാണുന്നോ, വ്യൂസ് ഉണ്ടാവോ, സബ്സ്ക്രൈബേഴ്സ് കൂടുമോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ Inshallah, I'm doing this. Yeah. So next question, how long? ഇത് എനിക്കും ഒരു ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് എല്ലാ കാര്യത്തിലും ഞാൻ ഭയങ്കര ടെമ്പററി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. സോ ഒരു കാര്യത്തിൽ അങ്ങനെ കൺസിസ്റ്റൻ്റ് അല്ല, പണ്ടായിരുന്നു പക്ഷെ ഇപ്പല്ല. ഹൗ ലോങ് എന്നുള്ളത് അൺടിൽ ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഇൻഷാല്ലാ ഈ ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ പണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സമയം വരെ ഐ വിൽ ബി ഡൂയിങ് ദിസ് ഇൻഷാല്ലാ. വാട്ട് ഐ വിൽ ബി അപ്ലോഡിങ് എന്നുള്ളത് എന്നുള്ളത് സോങ്സ് ആയിരിക്കും, ലൈക്ക് റോ കവേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ അത് വെറുപ്പിക്കൽ പോലെ തോന്നിയേക്കാം, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാൻ. സോ അതുണ്ടാവും. ചിലപ്പോൾ ട്രാവൽ വ്ളോഗ്സ് ഉണ്ടാവില്ല, കാരണം എന്ന് വെച്ചാൽ റീസെൻ്റായിട്ട് ഇട്ടുകൊണ്ടിരുന്നത് ട്രാവൽ വ്ളോഗ്സ് ആയിരുന്നു. ക്യാമ്പ് പോയതും അങ്ങനത്തെ ഒക്കെ ഒരു ക്യാമ്പ് പോയ വ്ളോഗ് ഇടാനുണ്ട്, അതും കൂടി ഇടാൻ ഇൻഷാല്ലാ. പിന്നെ വെച്ചാൽ ഉമ്മ പറഞ്ഞത് മംഗലം കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ ഇപ്പോഴൊന്നും ഉണ്ടാവില്ല, അപ്പോൾ പിന്നെ ട്രാവൽ വ്ളോഗ്സ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ റിയൽ ടൈം വ്ളോഗ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, റിയൽ ടൈം വ്ളോഗ്സ് എടുക്കാൻ, എഡിറ്റ് ചെയ്യാൻ, ഷൂട്ട് ചെയ്യാനൊക്കെ. പക്ഷേങ്കിൽ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ക്ഷമ അറിയില്ല. ശരിക്കും വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ അത്രയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ അത്രയും ടൈമാണ് ഒരു അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആയിരിക്കും ഒരു വ്ളോഗ് എടുക്കുന്നുണ്ട്, അവർക്ക് പൈസ ആക്കുന്നുണ്ട്, അത്ര തന്നെ. അതല്ല, അതിൽ നമ്മൾ വ്ളോഗ് എടുക്കുന്നത് പണിയുണ്ട്, എഡിറ്റ് ചെയ്യുന്ന പണിയുണ്ട്. എവറിത്തിങ് ഈസ് ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ്. ശരിക്കും ഞാനൊരു സമയത്ത് വ്ളോഗ് എടുക്കാൻ നോക്കിയാൽ പക്ഷേങ്കിൽ എനിക്ക് നമുക്ക് ആ റിയൽ മൊമെൻ്റ് നമുക്ക് മിസ്സാവും. നമ്മളെപ്പോഴും അത് ക്യാപ്ചർ ചെയ്ത് വെക്കും, ഓക്കെ മെമ്മറി ആയിട്ടുണ്ടാവും, പക്ഷേങ്കിൽ നമുക്ക് ആ റിയൽ മൊമെൻ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ റിയൽ ടൈം വ്ളോഗ്സ് മേ ബി. പിന്നെ വെച്ചാൽ ഐഡിയാസ്, ഐ വിൽ ബി ഷെയറിങ് മൈ ഐഡിയാസ്, നോട്ട് അഡ്വൈസസ്. ലൈക്ക് എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസസ്, അതിൽ ഞാൻ എന്തൊക്കെ പഠിച്ചു. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനത്തെ റിയൽ ടോക്സ് പറയുന്ന സമയത്ത് കുറേ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദേ ആർ ഗെറ്റിംഗ് ഇൻസ്പയർഡ് ബൈ ദാറ്റ്. സോ ഐ വിൽ ബി ഡൂയിങ് ദാറ്റ് ഇൻഷാല്ലാ. പിന്നെ വെച്ചാൽ റിയലി ലവ് ടു ടോക്ക് ടു പീപ്പിൾ, നോട്ട് ഇൻ പേഴ്സൺ. ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി. അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഞാൻ ചെയ്യുന്നതായിരിക്കും ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ. പിന്നെന്ന് വെച്ചാൽ റോ വീഡിയോസ്, എവറിത്തിങ് വിൽ ബി റോ, ലൈക്ക് റിയൽ വ്ളോഗ്സ് ആയിരിക്കും. ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ റിയൽ വ്ളോഗ്സ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അതിൽ അസ്തറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടാനൊക്കെ, വിൻറ്റേജ് വീഡിയോസൊക്കെ ഇൻഷാല്ലാ അങ്ങനത്തെ വീഡിയോ ഉണ്ടാവും. ഐ ഡോണ്ട് നോ. അപ്പം അങ്ങനത്തെ ഒക്കെ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും നാൾ കൺസിസ്റ്റൻ്റ് ആവാണ്ട് ഇപ്പം ഞാൻ കൺസിസ്റ്റൻ്റ് ആവാൻ എനിക്ക് എന്തോ തോന്നിയിട്ടുണ്ട്. എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ, എല്ലാത്തിനും കാക്കക്ക്
എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ ഇതായിരിക്കും എൻ്റെ ഒരു സമയം. അതുകൊണ്ട് തന്നെ ഐ ആം ഡൂയിങ് ഇറ്റ് കൺസിസ്റ്റൻ്റ്ലി ഇൻഷാല്ലാ. പിന്നെ ഈ കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിവസം ഞാൻ വീഡിയോ ഇടുന്നല്ല കേട്ടോ. അതായത് എനിക്ക് കഴിയാത്ത സമയത്ത് പോലും ഐ ബി ഷോയിങ് അപ്പ്. ഓക്കെ, ഇതാരെയും കാണിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല, ലൈക്ക് ടു മേക്ക് മൈ സെൽഫ് പ്രൗഡ്. ലൈക്ക് ആ ഒരു കൊറോണ സമയത്ത് 1K സബ്സ്ക്രൈബേഴ്സ് കിട്ടി. എന്നിട്ട് 5 കൊല്ലം ഞാൻ വീഡിയോസ് ഒന്നും ഇടാണ്ട് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ഇപ്പം എനിക്കൊരു ഇത് വരാണ്, വീഡിയോ ഇട് കൺസിസ്റ്റൻ്റ് ആവുമെന്നൊക്കെ. അപ്പോൾ സംതിങ് ഈസ് ദെയർ, യുനോ. എനിക്ക് നമ്മളെ ഇൻഡ്യൂഷൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു സംതിങ് ഈസ് ദെയർ. സോ ഐ ഹാവ് ടു ഡു ദിസ് ഇൻഷാല്ലാ. So I'll be consistent from now on. Thank you for listening to my blah blah. So next time I'll be seeing you guys with maybe song. Yeah. Thank you for watching. Bye.